എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കെജുൻ പൊട്ടറ്റോസ് ആണ്. നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ഉരുളക്കിഴങ്ങാണ്. ചെറിയ ഉരുളക്കിഴങ്ങ് ആണ് ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ബേബി പൊട്ടറ്റോസ് എന്ന് പറയും. ഇത് നാട്ടിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ പൊട്ടറ്റോ വെച്ചും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ തൊലിയോട് കൂടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്യണം. ഞാനൊരു സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതാണ്. ഞാനൊരു കുക്കർ എടുത്തിട്ട് അതിൽ ഉരുളക്കിഴങ്ങും ഉപ്പും വെള്ളം കൂടി ചേർത്തിട്ട് അത് വേവിക്കാൻ വെക്കുകയാണ്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കുന്ന ആ ഒരു സാധനം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു ഇടി, വല്ലാണ്ട് പൊടിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ഇടിക്കാനേ പാടുള്ളൂ. അങ്ങനെ എല്ലാം നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ചു. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത്. വെളിച്ചെണ്ണ അതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമുക്കിത് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് കോൺഫ്ലവർ ചേർക്കാറുണ്ട് കോട്ടിംഗ് ആയിട്ട്. ഞാനിവിടെ ചേർക്കുന്നില്ല, കാരണം നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്യുന്നത്, ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഉരുളക്കിഴങ്ങ് ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ, ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ അടുത്ത സൈഡ് മറിച്ചിടാം. അങ്ങനെ 2 സൈഡും മാറി മാറി മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കേജു എന്ന് പറയുന്നത് ഒരു സ്പൈസ് മിക്സാണ്. ഗാർലിക് പൗഡറും ഓണിയൻ പൗഡറും ഇറ്റാലിയൻ സ്പൈസസൊക്കെ കൂടിയിട്ടുള്ളൊരു സ്പൈസ് മിക്സാണ്. നമ്മളിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡിൽ എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇത് 2 സൈഡും ആയിക്കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്കൊരു സോസ് വേണം. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ 3 ഇൻഗ്രീഡിയൻസ്: മയോണൈസ്, ടൊമാറ്റോ കെച്ചപ്പ്, പിസ്സ മിക്സ്. ഈ പിസ്സ മിക്സിൽ നമ്മളിപ്പോൾ കേജുൻ പൊട്ടറ്റോസിൽ ചേർക്കുന്ന എല്ലാ ഒരുവിധം ഇൻഗ്രീഡിയൻസും ഉണ്ട്. ഗാർലിക്, ഒറിഗാനോ, ബ്ലാക്ക് പെപ്പർ, ബേസിൽ, ചില്ലി എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് സാധാരണ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആവണമെന്നില്ല. ഓണിയൻ പൗഡറും ഗാർലിക് പൗഡറും ഒക്കെ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഏകദേശം നമുക്ക് സെയിം ടേസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ മയോണൈസ് ചേർത്തു. ഞാൻ ഇതിനൊന്നും കറക്റ്റ് മെഷർമെൻറ്റ് പറയുന്നില്ല, കാരണം ഇതൊക്കെ ഒരു കൈയളവ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് കുറച്ച് കൂടുതൽ സോസ് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. കുറച്ച് സോസ് ഇഷ്ടം വെച്ചാൽ അങ്ങനെ ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇനി അതിലേക്ക് നമ്മൾ പിസ്സ മിക്സിൽ ആ പൗഡർ ചേർത്തു. ഇനി അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പുളി ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് നോക്കിയിട്ട് ചേർക്കാം. അതുപോലെ തന്നെ സോസിൽ ഉപ്പുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പ് കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, അപ്പം ഞാൻ ചേർക്കും. ഈ സോസ് നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലൂസായിട്ടാണ് വേണ്ടത് വെച്ചാൽ കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ലൂസാക്കി എടുക്കാം. നമ്മളിത് സെർവ് ചെയ്യാൻ പോവുകയാണ്. ഞാനൊരു ട്രേ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് വെച്ച് കൊടുക്കാം. എല്ലാം ഫ്രൈ ചെയ്ത ഉരുളക്കിഴങ്ങ് നമ്മൾ നേരത്തെ ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇനി നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ സോസ് കുറച്ച് കട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി. എന്നിട്ട് സോസ് നന്നായിട്ട് പൊതിഞ്ഞ് കിടക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് മുകളിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത ശേഷം പിന്നെ നമ്മൾ ചേർക്കുന്നത് മല്ലിയിലയാണ്. അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മുളക് പൊടി വിതറി കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി ചെറുതായിട്ടൊന്ന് തൂവി കൊടുക്കാം. നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോഴായിരിക്കും ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ നമ്മളെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. താങ്ക് യു.